തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. വിദഗ്ധ സമിതി കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. മേഘന മുരളി വിവരങ്ങളുമായി. മേഘന, ഈ പോസ്റ്റ്മോർട്ടം എന്നുള്ളത് നിർണായകമാണ്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കുഞ്ഞിന് എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇന്ന് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. കൈക്കൂലി ആരോപണം വളരെ ഗുരുതരമാണ്. അതിലുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോ അന്വേഷണ സംഘം? അനുജ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാണ്. അല്പസമയം മുന്നെയാണ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത് കുറച്ച് സമയമെടുക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകാൻ എന്നുള്ളതാണ്. ഇവിടെ കുഞ്ഞിന്റെ ബന്ധുക്കളും അതുപോലെ തന്നെ പിതാവും അടക്കമുള്ളവർ മോർച്ചറിക്ക് മുന്നിൽ കുഞ്ഞിനെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തിക്കാനായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ചധികം വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് ഈ ആശുപത്രി പരിസരം കടന്നു പോവുകയും ചെയ്യുന്നത്. അതിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയ്ക്ക് അകം തന്നെ പൂർത്തിയാക്കി പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കുടുംബം അടക്കമുള്ള ബന്ധുക്കളടക്കമുള്ളവർ വിചാരിക്കുകയും ചെയ്യുന്നത്. അതിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ആരോപണത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും ഇപ്പോഴും കുടുംബം ഉറച്ചു നിൽക്കുന്നത് ഈ ഒരു ആരോപണം, അതായത് ഈ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന്, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചികിത്സ നൽകാൻ വൈകിപ്പിച്ചു, സിസേറിയൻ അടക്കം വലിയ കാലതാമസം നടത്തിയത് എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഈ ഡോക്ടർ പറയുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യവകുപ്പ് ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി SIT ആശുപത്രിയിലെ 3 അംഗ ഡോക്ടർമാരാണ് ഈ അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. അത് ഇന്നലെ തന്നെ അവർ ഡോക്ടർമാർ എത്തി ഈ അമ്മയുടെയും അച്ഛന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഈ കാര്യത്തിലും, അതായത് ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ പറയുന്നത് കൈക്കൂലി അടക്കം നൽകി എന്നുള്ള കാര്യമാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ പൂർത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയുന്നത്. ശരി, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമാണ്. ഒപ്പം തന്നെ വിദഗ്ധ സമിതിയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.